എന്താ വെച്ചാൽ ഒരു സംശയം കൂടി, ഉം, ഉം, ഉം. ഈ പമ്പ കിടക്കേണ്ടതാരാണ്? പമ്പ കിടക്കുക എന്നുള്ള പ്രയോഗം എന്താണ്? പമ്പ കിടക്കുന്നവരെല്ലാം ആര്യന്മാരാണോ, അയ്യപ്പന്മാരായിട്ട് വരേണ്ടവരാണോ, അയ്യപ്പ ഭക്തരാണോ? എന്താണ് പമ്പ കിടക്കുക? ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഈ 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചുമതലപ്പെട്ടവർ, ആ, അതായത് അയ്യപ്പന്റെ പൂങ്കാവനത്തെ, ശബരി പീഠത്തെ സംരക്ഷിക്കുന്നവരാണ് ആ വിശ്വാസവുമല്ലാതെ വരുന്നവരെ, അല്ലെങ്കിൽ ആ. ആ മഹാവൈഷ്ണവ ശക്തിയെ കൊന്നൊടുക്കുന്ന, തിന്നൊടുക്കുന്ന ഹിരണ്യകശിപുമാരെ, അതായത് മഹിഷിമാരെ. മഹിഷി എന്ന് പറഞ്ഞ എരുമയാണ്. ഉവ്വ. അങ്ങനെയുള്ള സസ്യലോകത്തെ തിന്നെടുക്കുന്ന ജന്തുലോകത്തെ ഓടിച്ച് പമ്പ കടത്തും. ഉവ്വ. അത് പമ്പ കടത്താനായിട്ട് അയ്യപ്പൻ ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്തിയിരുന്ന പുലിയാണ്. ഉവ്വ. അപ്പോ ഏതെങ്കിലും പമ്പ കടന്നപ്പുറത്തേക്ക് കടന്നാല് ആ, മഹാവൈഷ്ണവ ശക്തിയുടെ മോഹിനീഭാവത്തിൽ നിൽക്കുന്ന ആ കരിമലയിൽ നിന്നും, ആ നീലിമലയിൽ നിന്നും എല്ലാം, ആ കരിനീലിയുടെ ലോകത്ത് നിന്നും ആ. ഈ ഹിരണ്യകശിപുമാരായിട്ടുള്ള മഹാവൈഷ്ണവ ശക്തിക്ക്, വൈഷ്ണവാരാധനയ്ക്ക് വിഘ്നം സംഭവിപ്പിക്കുവാൻ ശേഷിയുള്ള ആരായാലും, മനുഷ്യരായാലും മൃഗങ്ങളായാലും, അവരെ ഓടിച്ച് പമ്പ കടത്തും. ഉവ്വ. അവിടെ അതാണ് പമ്പ കടത്തുക എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം അല്ലേ? അവിടെ മഹാവൃക്ഷ പ്രകൃതിക്ക് മാത്രമാണ് സ്ഥാനം. അവിടെ സ്ഥാനമുള്ളത് മഹാവൈഷ്ണവ ശക്തിക്ക് മാത്രമാണ്. അതായത് സസ്യലോകത്തിനാണ്. സസ്യലോകത്തിന്റെ സ്ത്രീഭാവത്തിനും പുരുഷഭാവത്തിനുമാണ്. ഏറ്റവും വലിയ മഹാവൈഷ്ണവ ശക്തി, മഹാവൃക്ഷം അവിടെയാണുള്ളത്. ഏറ്റവും നല്ല കരിനീലി എന്ന് പറയുന്നത്, നീലിമല, ആ കരിമല എല്ലാം അവിടെയാണ്. അപ്പൊ അതിന് ദോഷം സംഭവിപ്പിക്കുന്ന ആ മലകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മലകൾക്കൊരു നീല കളറാണല്ലോ. ഈ ഹരിതലോകത്തിന്റെ ലോങ് സൈറ്റ് ഷെയ്ഡാണ് ബ്ലൂ. അതിനെയാണ് കരിനീലി എന്ന് നമ്മൾ വ്യാഖ്യാനിച്ച് പലർക്കും കരിനീലി പ്രയോഗങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ. ആ കരിനീലി എന്ന് പറയുന്നത് ഈ പർവ്വതങ്ങളുടെ കളറിനെയാണ് അല്ലേ? അതെ. ഈ വൈഷ്ണവ ശക്തിയാണ് ഈ ശിവനായിരിക്കുന്ന ഭൂമിക്ക് നീലവർണ്ണം കൊടുക്കുന്നത്. നീലഗോളമായ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് കാരണം മഹാവൈഷ്ണവ ശക്തിയാണ്, ഈ ഹരിതലോകമാണ്. ശിവന്റെ ശരീരത്തിന് നീലവർണ്ണം നൽകുന്നത്, പ്രണയവർണ്ണം നൽകുന്നത് മഹാവൈഷ്ണവ ശക്തിയാണ്. മോഹിനി ഭാവത്തിൽ നിൽക്കുന്ന മഹാവൈഷ്ണവ ശക്തി തന്നെയാണ്, കരിനീലി തന്നെയാണ്. ആ കൂളിവാല ശിവന്റെ നിറം നീല നിറമാണ്. അപ്പോ നീലഗോളമാക്കി ഭൂമിയെ മാറ്റുന്നതിന് കാരണം മഹാവൈഷ്ണവ ശക്തിയാണ്. ഈ ഹരിതലോകത്തിന്റെ ലോങ് സൈറ്റ് ഷെയ്ഡാണ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഹരിതലോക സംരക്ഷണത്തിന് വേണ്ടി, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വരുന്നവരെ മാത്രമാണ് അങ്ങോട്ട് പമ്പയിലേക്ക് വരേണ്ടത്, പമ്പ കടന്ന് വരേണ്ടത്. മഹാവൈഷ്ണവ ശക്തിയുടെ വേരുകൾക്ക് പോലും ദോഷം സംഭവിപ്പിക്കുവാൻ ചെരുപ്പ് വിട്ട് വരുന്നവർക്ക് പോലും അവിടെ പ്രവേശനമില്ല എന്ന് പറയുമ്പോ അതൊന്ന് ഓർത്ത് നോക്കിയേ. പമ്പ കടന്ന് വരുന്നവര് പാദരക്ഷ ഇല്ലാണ്ട് തന്നെ വരണം അല്ലേ? അതെ. അവിടെ പൂങ്കാവ് തന്നെയുമല്ല, പമ്പ കടക്കുമ്പോ മൂലപ്രകൃതിക്ക് ബലിയിട്ടുകൊണ്ടാണല്ലോ വരുന്നത്. നമസ്കരിച്ചിട്ട് വേണം കയറാൻ. പാദ നമസ്കാരം ചെയ്ത് നഗ്നപാതരായിട്ടാണ് കയറേണ്ടത്. അപ്പൊ ആ വിശ്വാസം ഇല്ലാത്തവര്, അവിശ്വാസികളായിട്ടുള്ളവരെ പമ്പ കടത്തും. അത് മൃഗങ്ങളായാലും ശരി, മനുഷ്യരായാലും ശരി. ഇതാണ് പമ്പ കടക്കൽ പ്രയോഗം. ഇതാണ് പമ്പ കടക്കൽ. അവിടെ ആ ആചരണ പദ്ധതികളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും നല്ല സയൻസാണ്. ലോകം അത്ഭുതപ്പെടുന്ന സയൻസാണ് നോക്കുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള സയൻസാണ്. ഭഗവാന്റെ 108 നാമങ്ങളെ ശ്രദ്ധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും വൈഭവമാണ് ശബരിപീഠത്തിന്. പമ്പ കടക്കുന്നവരെല്ലാവരും ആരായാലും അവരൊന്നും ഗണപതി മിത്താണെന്ന് ധരിക്കുന്നവരല്ല, ഗണപതി സ്വത്താണെന്ന് ധരിക്കുന്നവരാണ് അല്ലേ? ജീവഗണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗണനായകനായിരിക്കുന്ന മനുഷ്യൻ ഒറ്റക്കാലിൽ നിന്ന് മുട്ടി മറ്റു ജീവജാലങ്ങൾക്കൊപ്പമാണ് ഞാൻ ഒന്നിനും മേലെയല്ല എന്ന് മനസ്സാ ചിന്തിച്ച് പ്രായശ്ചിത്തമായിട്ട് ഒറ്റക്കാലിൽ നിന്ന് നമ്മളൊരു പാദം ചവിട്ടിയ 10 ജീവജാലങ്ങളെങ്കിലും കൊല്ലപ്പെടും, സൂക്ഷ്മജീവികൾ. സർവ്വജീവലോകത്തിനും വേണ്ടി ഒറ്റക്കാലിൽ നിന്ന് ചേത്തമിട്ട് സർവ്വജീവലോകത്തിനും വേണ്ടിയിട്ട് ഞാൻ ഈ വൈഷ്ണവാരാധനയെ ചെയ്യുന്നതിന് വേണ്ടി, വൃക്ഷലോക പരിപാലനത്തിന് വേണ്ടി, ഈ സസ്യലോക പരിപാലനത്തിന് വേണ്ടി, ഈ നീലിമലകളുടെ സംരക്ഷണത്തിന് വേണ്ടി, അയ്യപ്പന്റെ 18 പൂങ്കാവനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പാർവതിയായിരിക്കുന്ന ലോകമാതാവിനെ ആ ശബരി പീഠത്തിൽ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സർവ്വ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയാണ്, ജൈവ വ്യവസ്ഥയെ ഊട്ടി ഉറക്കുന്നതിന് വേണ്ടിയാണ്, ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളതെന്നുള്ള
ശാസ്ത്രചിന്തയിലാണ് ആയുധത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നത്, അറിവിൽ വിലയം പ്രാപിക്കുന്നത്. നിരായുധനായിട്ടാണ് തിരിച്ചിറങ്ങിപ്പോരുന്നത്. ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു ആചാരമുണ്ട്. ആദ്യമായിട്ട് പോകുന്ന അയ്യപ്പന്മാരാണ്, ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാൻ ആദ്യമായിട്ട് പോകുന്നവരാണ് ശരംകുത്തിയില് ആയുധം ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ആ ശരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. തിരിച്ചു പോരുമ്പോ ആരും ആ ആയുധം സ്വീകരിച്ചുകൊണ്ടല്ല പോരുന്നത്, നിരായുധരായിട്ട് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായിട്ടാണ് പോരുന്നത്. ശ്രീധർമ്മശാസ്ത്രത്തിൽ വിലയം പ്രാപിച്ച അറിവുള്ളവരായിട്ടാണ് പോരുന്നത്. ശാസ്ത്രവിശ്വാസികളായിട്ടാണ് ജീവിക്കേണ്ടത്. ഏറ്റവും വേഗത്തിൽ, ഏറ്റവും ശാസ്ത്രീയമായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ, അങ്ങനെ എല്ലാവരും അറിവിൽ ലയിക്കട്ടെ, അയ്യപ്പനിൽ ലയിക്കട്ടെ, ശാസ്താവിൽ ലയിക്കട്ടെ, പമ്പ കടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതെ, ആ അയ്യപ്പനെ സേവിക്കാനുള്ളവരെല്ലാം പമ്പ കടന്നെത്തട്ടെ, അല്ലാത്തവരെല്ലാം പമ്പ കടക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശാസ്ത്രത്തിന്റെ ആ ചിറകുകളുള്ള വാചിയുടെ പുറത്ത് നമുക്ക് ശാസ്ത്രത്തെ തോപ്പിക്കുന്നവരായി, ശാസ്ത്രത്തിലൂടെ വിജയിക്കുന്നവരായിട്ട്, ലോകത്തെ സംരക്ഷിക്കുന്നവരായിട്ട്, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ദർശനത്തിൽ വിശ്വസിക്കുന്നവരായിട്ട്, സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുന്നവരായിട്ട്, ആ ബഹുജൈവികതയെ ബഹുദൈവികതയായി കണ്ട് ആരാധിക്കുന്നവരായിട്ട് മാറുവാൻ കഴിയട്ടെ. സർവ്വലോകത്തിനും സുഖം ഭവിക്കട്ടെ. ഭൂലോക വൈകുണ്ഠനാഥനായിരിക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ ആ മഹാവൈഭവം ശബരിമലയിൽ നിന്നും വന്യമായി തന്നെ നിൽക്കട്ടെ, ജീവൻ അന്യമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെ ഭവിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും ലോകം ശബരിമലയിലേക്ക് ഒഴുകിയെത്തട്ടെ. വലിയ സന്തോഷം.